ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇനി നിങ്ങളൊരു 10,000 റേഞ്ചിൽ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ഫോൺ മാത്രം നോക്കിയാൽ മതി. അതായത് മോട്ടോറോള G35 5G എന്ന മോഡൽ. കാരണം ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ദിസ് ഫോൺ ഈസ് ഫാർ ബെറ്റർ. എല്ലാ റേഞ്ചിലും എല്ലാ രീതിയിലും ഈ ഒരു ഫോൺ എന്നൊക്കെ പറയുന്നത് കൊടുക്കുന്ന പൈസക്ക് അത്രക്കും വാല്യൂ തരുന്ന ഒരു മോഡലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൻ്റെ പ്രൈസ് ഒറ്റ വേരിയൻ്റ് ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. അതായത് 4GB 128GB ഇതിൻ്റെ പ്രൈസാണ് 9,999 ആയിട്ടാണ് വരുന്നത്. സോ 10,000 രൂപയാണ്. ഓഫർ പ്രൈസ് എന്നല്ല, നോർമൽ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് 10K. അതിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഓൾറെഡി മോട്ടോറോള ഫോൺസിലൊക്കെ ഉള്ള സെയിം ആയിട്ടുള്ള ഡിസൈനാണ്. അതായത് ഇതിൻ്റെ ഈ പ്രൈസ് റേഞ്ച് തന്നെ വരുന്ന G45 സെയിം ഡിസൈനാണ്. ആ ഒരു ബാക്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പും ആ ഒരു വീഗൽ ലെതർ ഫിനിഷും ഒക്കെ തന്നെ ഇതിനും വരുന്നുണ്ട്. ബട്ട് ഇതൊരു പഴയ ഡിസൈൻ ആയിട്ടൊന്നും തോന്നില്ല. ഇപ്പോഴും സ്റ്റിൽ അത്യാവശ്യം കൊള്ളാം. ഈ ഒരു 10,000 രൂപ റേഞ്ചിൽ ഈ ഒരു ഡിസൈൻ ഇപ്പോഴും കൊള്ളാം. കാരണം 20,000 രൂപ 25,000 രൂപ റേഞ്ചിൽ അടക്കം മോട്ടോറോള ചില ഫോൺസ് എഡ്ജ് സീരീസിലൊക്കെ ഉള്ള ഫോൺസ് തന്നെ G സീരീസിലുള്ള ഫോൺസ് തന്നെ ഈ പറയുന്ന ഡിസൈനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ 10,000 രൂപ റേഞ്ചിലുള്ള ഈ ഒരു ഫോണും നല്ല ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. നോ ഇഷ്യൂസ് ആ കാര്യത്തിൽ. മെയിനായിട്ട് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. അതായത് റെഡ് വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലാക്കും കൂടെ വരുന്നുണ്ട്. സോ അത്യാവശ്യം എല്ലാം നല്ല നൈസായിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. പിന്നീട് ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 185 ഗ്രാം വെയിറ്റും 7.8 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ കൂടിയാണ്. IP52 IP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. സോ ഡിസൈനും ബിൽഡിൻ്റെ കാര്യത്തിൽ നോ ഇഷ്യൂസ്. ഈ ഒരു റേഞ്ചിൽ 1 മിനിറ്റ് ഓഫായി പോയി. അപ്പം ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം കൊള്ളാം. ഒരു ഇഷ്യൂസും ആ കാര്യത്തിൽ പറയാനില്ല. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.72 ഇഞ്ച് വരുന്നുണ്ട്. ഫുൾ HD IPS LCD പാനലാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 1000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോളായിട്ട് തന്നെയാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേ വൈസ് ഫുൾ HD അതും 120 Hz വരുന്നുണ്ട്. അതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബാക്കി ഏതൊരു ഫോണും ഈ പറഞ്ഞ സെറ്റപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒന്നില്ലെങ്കിൽ HD ആയിരിക്കും, അല്ലെങ്കിൽ 90 Hz അല്ലെങ്കിൽ ആ റേഞ്ച് ആയിരിക്കും. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ചുള്ള ഫോൺ ഈ ഫോൺ മാത്രമേ ഈ റേഞ്ചിൽ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ വൈസ് ഈ ഒരു ഫോൺ എന്നൊക്കെ പറയുന്നത് ഫാർ ബെറ്റർ ആണ് അറ്റ് ഇൻ ദ പ്രൈസ് പോയിന്റ്. അത് മാത്രമല്ല, കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. സോ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ ഡോണ്ട് വറി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം മോശമില്ലാതെ തന്നെ പ്രൊട്ടക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഡിസ്പ്ലേ റേഞ്ചിലും വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. ദെൻ ഇതിൻ്റെ പ്രൈമർ ക്യാമറ അതിൻ്റെ ഒരു 15 MB പ്രൈമർ ക്യാമറയാണ് വരുന്നത്. 8 MB അൾട്രാ വൈഡ് അടക്കം വരുന്നുണ്ട് ഈ ഒരു 10,000 രൂപയുടെ ഫോണിൽ. അത് മെയിനായിട്ടുള്ള കാര്യമാണ്. 8 MB ആണെങ്കിലും അൾട്രാ വൈഡ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ. അല്ലാതെ വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇതിൻ്റെ റിയർ ക്യാമറയിൽ 4K 13 FPS വരെയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ 20,000 25,000 രൂപയുടെ ഫോണിലടക്കം ഇപ്പോഴും ചില മോഡലിൽ 1080p മാത്രമേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ആ ഒരു സമയത്താണ് 10,000 രൂപയുടെ ഒരു മോട്ടോറോള ഫോണിൽ 4K വീഡിയോ റെക്കോർഡിങ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. സോ അത് മെയിൻ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് 4K ഉണ്ട് എന്നുള്ളത്. സോ എന്നാലും നിങ്ങൾ അത്യാവശ്യം വീഡിയോ എങ്ങനെ ഒക്കെ ഉണ്ട് നോക്കുക. എന്നാലും ഒരു 10,000 രൂപ റേഞ്ചിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി മാത്രമേ ഇത് പ്രൊവൈഡ് ചെയ്യുള്ളൂ. സോ അതും കൂടെ നോക്കുക. അല്ലാതെ 4K ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്വാളിറ്റി ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ആ ഒരു പ്രൈസ് പോയിന്റ് കിട്ടുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എന്തായാലും കിട്ടുന്നതായിരിക്കും. ഇനി സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 MB സെൽഫി ക്യാമറയാണ്. ആ ഒരു ക്യാമറയിൽ ഒരു 1080p തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അറ്റ് 13 FPS. സോ അതങ്ങനെയാണ്. എന്നാലും കുഴപ്പമില്ലാത്ത നല്ല സെൽഫി ക്യാമറയും ഇതിന് കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറ റേഞ്ചിലും ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബെസ്റ്റ് ആണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിൽ വരുന്നത് ഒരു യൂണിസോക്കിൻ്റെ ചിപ്സെറ്റ് ആണ്. യൂണിസോക്ക് LA എന്നൊന്നും പറയണ്ട. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബെറ്റർ ചിപ്സെറ്റ് ആണ് യൂണിസോക്കിൻ്റെ T760 എന്ന ചിപ്സെറ്റ്. ഒരു 6 nm ചിപ്സെറ്റ് ആണ്. എന്നാൽ പോലും ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നില്ല. ബാക്കി എല്ലാ ഫോണായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കോളും. ആൻഡ് സ്കോർ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ എന്ന് പറഞ്ഞ ഒരു 4,16,000 ആ റേഞ്ച്, അല്ലെങ്കിൽ 4,70,000 ആ റേഞ്ചൊക്കെ തന്നെ ഇതിൻ്റെ ആൻഡ് സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന പ്രോസസ്സറുള്ള ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. ബാക്കി ഏത് ഫോൺ എടുത്ത് നോക്കിക്കോ ഈ റേഞ്ച് കിട്ടുന്നില്ല. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. യൂണിസോക്ക് ആണെന്നേ ഉള്ളൂ, ബട്ട് അതിൻ്റേതായിട്ടുള്ള നല്ല പെർഫോമൻസ് ഇതിന് കിട്ടുന്നുണ്ട്. സോ
യൂണിസോക്ക് ആയതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. യൂണിസോക്കിൻ്റെ നല്ല ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ LPDDR4X റാം USF 2.2ൻ്റെ സ്റ്റോറേജ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിൽ ആൻഡ്രോയിഡ് 14 ആയിട്ടാണ് വരുന്നത്. ബട്ട് ഒരു വർഷത്തേക്ക് മെയിനായിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ മോട്ടോറോള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലേറ്റസ്റ്റ് അല്ല, എന്നാൽ ലേറ്റസ്റ്റിലേക്കുള്ള അപ്ഡേറ്റ് എന്തായാലും ഇതിൽ കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം എല്ലാവരും കമൻറ്റ് ചോദിക്കുന്ന കാര്യമാണ് ഇതിൽ ഗെയിം കളിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. ഇനി BGM ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സ്മൂത്ത് അൾട്രലൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാൻ വേണ്ടി പറ്റും. സോ ഗെയിമിങ്ങിനും ഓക്കെ ആണ് ഈ പ്രൈസ് പോയിന്റിലാണ് കേട്ടോ. ദെൻ ഇതിൻ്റെ ബാറ്ററി വന്നിട്ട് ഒരു 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ചാർജറും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 10,000 രൂപ റേഞ്ചിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നല്ല ഡിസൈൻ, വീഗൽ ലെതർ ഡിസൈൻ വരുന്നുണ്ട്, നല്ല ബിൽഡ് വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ ഫുൾ HD 120Hz ഡിസ്പ്ലേ വരുന്നുണ്ട്, 15 MB ക്യാമറ, അതും അൾട്രാ വൈഡും വരുന്നുണ്ട്, 4K വീഡിയോ റെക്കോർഡിങ് വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് വരുന്നുണ്ട്, നല്ല ബാറ്ററിയും വരുന്നുണ്ട്. സോ എല്ലാം കിട്ടുന്നുണ്ട് ഈ ഒരു 10,000 രൂപ പ്രൈസ് പോയിന്റിൽ. ബാക്കി ഏതൊക്കെ ഫോൺ നോക്കിക്കോ, ഈ ഫോൺ എന്നൊക്കെ പറയുന്ന ആ പ്രൈസ് പോയിന്റിൽ ബെസ്റ്റാണ്, നോ കംപ്ലൈൻറ്റ്. നമുക്ക് എവിടെ ഈ ഒരു ഫോണിനെ പറ്റി അങ്ങനെ കുറ്റം പറയാനില്ല. സോ അത്രക്കും ഒരു പെർഫെക്റ്റോടെയാണ് ഈ ഒരു മോട്ടോറോള ഫോൺ ഇറക്കിയിട്ടുള്ളത്. സോ എന്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്ന നല്ല ഫോണാണ്. എന്നാലും റിവ്യൂസുകളൊക്കെ നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.